ഹലോ, അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് ബീച്ചിൽ പോവുകയാണേ. നമുക്കിവിടെ അടുത്താണ് കേട്ടോ ബീച്ച്. അപ്പോൾ പോണ വഴിക്ക് അവൾ പറയുന്നുണ്ടായിരുന്നു, ഉമ്മി എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇക്കു എന്നാണ് പറയുള്ളൂ എന്നേ. ശരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ ഞാൻ കൂടുതൽ ഇക്കു എന്നാണ് കേട്ടോ വിളിക്കാറ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിലും പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇക്കാന്നാണേ പറയാറ്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇക്കാന്നും പറഞ്ഞോളാം വീഡിയോയിലെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇക്കാന്ന് തന്നെ പറയാം, ഇക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കഴിയൂലായിരുന്നേ. അപ്പോൾ മെഹർ രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു പോകണമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനും പിള്ളേരും കൂടി നിർബന്ധം പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആളുണ്ടായിരുന്നു. അപ്പോൾ മെഹർ പറയുവാണ്, ഉമ്മി കാണിക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടോയ് വാങ്ങിക്കണം, ഈ ടോയ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ കുറച്ച് നേരം മണ്ണിൽ കളിക്കുക, എന്നിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം മണ്ണിൽ കളിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കയറില്ല കേട്ടോ രണ്ടുപേരും. ഒരു രക്ഷയില്ല, വാപ്പയും മക്കളും കൂടി വെള്ളത്തിൽ തന്നെ ആയിരിക്കും. ഞാനങ്ങനെ കൂടുതലും ഇറങ്ങാറില്ല കേട്ടോ. ജസ്റ്റൊക്കെ ഇറങ്ങത്തേ ഉള്ളൂ. പിന്നെ അവർ തന്നെയായിരിക്കും കളിക്കണതൊക്കെ. അങ്ങനെ എനിക്കിങ്ങനെ ബീച്ചിൽ വന്നിരുന്നിട്ട് കാണാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കുറേ നേരം ആസ്വദിച്ച് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഒരു അസ്തമയത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ പിന്നെ അവർ കളിയൊക്കെ ആയിട്ട് നടക്കുവാണ്. അപ്പം ഞങ്ങളൊരു സാധനം കണ്ടു കേട്ടോ. ഞാനല്ല, ശരിക്കും മെഹറുമാണ് ആദ്യം കണ്ടത്. അപ്പം മെഹറുദേ ഉമ്മി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. തിര ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ഇക്ക കയ്യിലെടുത്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഞണ്ടിൻ്റെ കുഞ്ഞാന്ന്. അപ്പോൾ അങ്ങനെ മെഹറു ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദൈവം ഇപ്പോൾ കുറേ വരുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ശരിയാണ് കേട്ടോ, ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല കുറേ ഉണ്ടായിരുന്നു. എന്തുമാത്രം കണ്ടോ കാണുന്നില്ലേ നിങ്ങൾ? ശരിക്കും ഒരുപാട് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഐസ്ക്രീം മേടിക്കാൻ പോയി. ഇതുവരെ ഐസ്ക്രീം കഴിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ സ്പാനിഷ് വാങ്ങിച്ചു, മെഹറു സ്ട്രോബെറി, ഐറു പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഐറുവിൻ്റെ പൈനാപ്പിളിൻ്റെ ഐസ്ക്രീം താഴ്ത്തി വീണു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു വേറെ രണ്ടാമത് പൈനാപ്പിൾ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഹറുവിൻ്റെ താഴെ വീണു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.